കരിമ്പനക്കൽ ഹാളിലേക്ക് ഇർഫാന ഷെറിൻ്റെ മൃതദേഹവുമായുള്ള ആംബുലൻസ് പ്രവേശിക്കുന്നു. നേരത്തെ ആദ്യം റിദ ഫാത്തിമയുടെ, തൊട്ടു പിന്നാലെ ആയിഷയുടെ, അതിനു പിന്നാലെ നിദ ഫാത്തിമയുടെ, ഇപ്പോൾ ഇതാ ഇർഫാന ഷെറിൻ്റെ മൃതദേഹവും കൂടിയും ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിലേക്ക്, പൊതുദർശനം നടക്കുന്ന തുപ്പനാട് മസ്ജിദിന് സമീപമുള്ള കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇവർ പഠിക്കുന്ന കരിമ്പ സ്കൂളിൽ വെച്ച് തന്നെ പൊതുദർശനം നടത്താനുള്ള തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാ നമസ്കാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഖബറടക്ക നടപടികൾ പെട്ടെന്ന് തന്നെ ജുമാ നമസ്കാരത്തിന് മുമ്പ് പൂർത്തിയാക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ജുമാ മസ്ജിദുള്ള തുപ്പനാട് ജുമാ മസ്ജിദിന് സമീപമുള്ള ഈ കരിമ്പനക്കൽ ഹാളിൽ വെച്ച് പൊതുദർശനം നടത്താനുള്ള തീരുമാനം സ്വീകരിച്ചത്. ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളും എല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കരിമ്പ ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളിലെയും അധ്യാപകർ, ഇർഫാനുടെയും നിതയുടെയും റിദയുടെയും അതുപോലെ തന്നെ ആയിഷയുടെയും എല്ലാം ഒപ്പം പഠിക്കുന്ന അവരുടെ സഹപാഠികൾ എല്ലാം ഇപ്പോൾ ഈ കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തി. എങ്ങനെ തങ്ങളുടെ ഉറ്റവരെ നഷ്ടപ്പെട്ട വേദന എങ്ങനെ മറക്കുമെന്ന് പോലും അറിയാതെ അവരെല്ലാം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഇർഫാന ഷെറിൻ്റെ മൃതദേഹവും കൂടിയും ഈ കരിമ്പനക്കൽ ഹാളിലേക്ക്, പൊതുദർശനം നടക്കുന്ന കരിമ്പനക്കൽ ഹാളിലേക്ക് ഇവിടെയുള്ള വോളണ്ടിയർമാർ എടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യമാണ്. ഇതോടുകൂടി 4 പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനം നടക്കുന്ന കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവിടെ 10 മണിയാണ് പൊതുദർശനം. ഇവിടെ വെച്ച് ഒരുമിച്ച് നടന്നവർ, ഒരുമിച്ച് കൈകോർത്ത് പോയവർ ഒരുമിച്ച് മടങ്ങുന്ന കാഴ്ചയാണ്. 4 ചില്ലു പേടകങ്ങളിലായിട്ടാണ് അവർ മടങ്ങുന്നത്. കരിമ്പനക്കലിൽ ഹാളിലാണ് ഇപ്പോൾ 4 പേരുടെയും മൃതശരീരങ്ങൾ ഒരേപോലെ ഇങ്ങനെ അടുത്തടുത്ത് ചേർത്ത് വച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അഷ്കർ വല്ലാതെ ഹൃദയം മുറിക്കുന്ന വേദനയാണ്, ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയാണിത്. അടുത്തടുത്ത് ഇവരിങ്ങനെ വെള്ളപ്പൊതിയിൽ നീലപ്പെട്ടി, ഈ ചില്ല് പെട്ടികളിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഇവരെ ഇങ്ങനെ ഒരിക്കലും സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയുമായിരുന്നില്ലല്ലോ. ഒരുമിച്ച് പോയവർ, ഒരുമിച്ച് നടന്നു നീങ്ങിയവർ, ഒരുമിച്ച് പരീക്ഷ എഴുതിയവർ, കളിച്ചു വളർന്നവർ, 4 പേരും ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്തടുത്തായിരുന്നു ഇവരുടെ വീടുകളെല്ലാം. ഈ ഹാളുമായിട്ടും ഇവരുടെ വീടുകൾക്ക് അടുത്ത 1/2 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണല്ലേ ഇവരുടെ വീടും പള്ളിയും സ്കൂളും ഈ കരിമ്പനക്കൽ ഹാളും എല്ലാം ഉള്ളത്. അഷ്കർ, അരുൺ, അത്തരമൊരു വേദനിപ്പിക്കുന്ന കാഴ്ച അല്ലെങ്കിൽ അത്തരമൊരു അനുഭവത്തിന് സാക്ഷിയാകേണ്ടി വന്ന കണ്ണീരിലാണ് നാട് മുഴുവൻ. ഒരുമിച്ചായിരുന്നു അവരുടെ യാത്ര മുഴുവൻ. അവർ ആദ്യം പഠിച്ചിരുന്നത് പനയമ്പാടം ഗവൺമെൻറ് UP സ്കൂളിലായിരുന്നു 7ാം ക്ലാസ് വരെ 4 വിദ്യാർത്ഥികളും പഠിച്ചിരുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരുമിച്ച്, അവിടെ നിന്ന് പിന്നീട് ഉപരിപഠനത്തിനായി ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അവർ ഒരുമിച്ച് അഡ്മിഷൻ നേടി അവിടെ ഒരുമിച്ച് പഠനം ആരംഭിച്ചു. അങ്ങനെ ഒരുമിച്ച് നടക്കുന്ന, ഒരുമിച്ച് കൂട്ടായി നടന്ന്, ഒരുമിച്ച് കളിച്ച് വളർന്ന് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഒരുമിച്ച് നടന്നിരുന്ന വിദ്യാർത്ഥികളുടെ അവസാനം ഇപ്പോൾ ഒരേപോലെ ഇപ്പോൾ 4 ചില്ലുവേടങ്ങളിലായി അരുൺ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ കരിമ്പനക്കൽ ഹാളിലേക്ക് അവസാന യാത്രയ്ക്കായി കൂടി ഒരുമിച്ച് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഓരോ നാട്ടുകാരുടെയും, ഓരോ മനുഷ്യരുടെയും, ഓരോ ഉറ്റവരുടെയും കണ്ണുകളിൽ നമുക്ക് ആ വേദന കാണാൻ കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ പോലും അവരുടെയൊക്കെ കണ്ണുകൾ നിറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രയേറെ വേദനയാണ് ഈ വിയോഗം ഈ നാടിന് സമ്മാനിച്ചിരിക്കുന്നത്. അത്രയേറെ മാനസികമായി ഈ കുടുംബത്തേക്ക് വളരെയധികം അത് വേദനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത്ര ഏറെ ഒരു വിഷമത്തിലാണ് ഈ നാട് മുഴുവൻ. ഇവിടെയുള്ള അധ്യാപകരൊക്കെ തന്നെ പൊട്ടിക്കരയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു വിയോഗം ഉൾക്കൊള്ളാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ ആളുകൾ അവസാനം നോക്കി കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള അധ്യാപകർ, കുട്ടികളും അടങ്ങുന്ന വലിയ നീണ്ട നിര തന്നെയുണ്ട്, നാട്ടുകാരുടെ നീണ്ട നിര തന്നെയുണ്ട്. അവരെ ഓരോ വരികളായി ഇവിടേക്ക് ഇപ്പോൾ കടത്തിവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ അധികൃതർ ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ പൊതുദർശനം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജുമ നമസ്കാരത്തിന് മുമ്പ് തന്നെ ഖബറടക്കമുള്ള എല്ലാ സംസ്കാര പരിപാടികളും പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ പൊതുദർശനം ഉടൻ തന്നെ ആരംഭിക്കും. കൃത്യം 10 മണിയോടെ തന്നെ ഇവിടെ നിന്നും മൃതദേഹങ്ങൾ തുപ്പനാട് ജുമാ മസ്ജിദിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ തുപ്പനാട് തന്നെയുള്ള കരിമ്പനക്കൽ ഹാളിലാണ് ഇവരിപ്പോൾ പൊതുദർശനം പുരോഗമിക്കുന്നത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം തുപ്പനാട് ഇന്ന് കണ്ണീരണിഞ്ഞിരിക്കുന്നു തന്നെ പറയേണ്ടി വരും. കാരണം ഈ ചെറുളിയും തുപ്പനാടുമൊക്കെ വെറും 500 മീറ്റർ മാത്രം ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് ഇനി ഇവർക്ക് കൊണ്ടുപോകുന്ന തുപ്പനാട് ജുമാ മസ്ജിദിലേക്കും 100-150 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഈ 1 കിലോമീറ്റർ അളവിലുള്ള ചുറ്റളവിലുള്ള മുഴുവൻ മനുഷ്യരും ഇന്ന് ഈ കണ്ണീരിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഇവിടുത്തെ സാഹചര്യം എത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അത്രയേറെ വിങ്ങിപ്പൊട്ടുന്ന
കണ്ണുകളാണ് നമുക്ക് ഇവിടെ വന്നത് മുതൽ തന്നെ കാണാൻ കഴിയുന്നത്. കുട്ടികളാണെങ്കിൽ പോലും ഇവരുടെ വീടുകളും വളരെ അടുത്താണ്. അവരുടെ മാതാപിതാക്കളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും പരസ്പരം വളരെ അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അത്തരത്തിൽ വളരെ അടുത്തിടപഴകുന്ന ജീവിക്കുന്നവർ. ഓരോ വീട്ടിലെ കുട്ടിയും ആ നാടിൻ്റെ തന്നെ മക്കളായി വളർന്നിരുന്ന ആളുകളാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി വളർന്നിരുന്ന ആളുകളാണ്. എല്ലാവരോടും അത്ര അധികം ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ്. സ്കൂളിലെ യുവജനോത്സവത്തിന് കഴിഞ്ഞ ദിവസം 21-ാം തീയതി നടന്ന സ്കൂളിലെ കലോത്സവ പരിപാടിക്ക് അവിടുത്തെ പുതുമണവാട്ടിയായി വേഷമണിഞ്ഞ് അവിടെ ആളുകളുടെയൊക്കെ സന്തോഷം സ്നേഹം പിടിച്ചു പറ്റിയ ആയിഷയാണ് ഇന്ന് മറ്റ് വെള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അവസാന യാത്രക്കായി ഇവിടെ കിടക്കുന്നത് എന്നുള്ളതിൻ്റെ വേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വേദന തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ അരുൺ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു. സ്കൂളിലെ അധ്യാപകരാണ് ഇത്തരത്തിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്കൂൾ അധ്യാപകരാണ് ആദ്യ ഘട്ടത്തിൽ തന്നെ ഇവിടെ കണ്ടുപോകുന്നത്. അതോടൊപ്പം